നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി. ഇടതുപക്ഷം ഇനിയും അധികാരത്തിൽ വന്നാൽ സാമൂഹിക ഐക്യം തകരുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പറഞ്ഞു. ബിജെപി രണ്ടാമതെത്തിയ ഇടങ്ങളിൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം നിലപാടെടുക്കുമെന്നും വെൽഫെയർ പാർട്ടി വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് ഭരണം അവസാനിപ്പിക്കാൻ കഴിയും വിധമുള്ള രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുവാനാണ് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ യുഡിഎഫിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനും വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിലെത്താനും വിജയമുറപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളെ പ്രതിരോധിക്കുക എന്നതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ഊന്നൽ. അത്തരമൊരു വിജയം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ മതനിരപേക്ഷ പൈതൃകത്തെയും സാമൂഹ്യ സഹവർത്തിത്വ അന്തരീക്ഷത്തെയും തകർക്കാനുള്ള RSSന്റെയും സംഘപരിവാറിന്റെയും ശ്രമങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജ്മൽ, യുഡിഎഫിനൊപ്പം നിൽക്കാമെന്നുള്ള തീരുമാനത്തിലാണോ വെൽഫെയർ പാർട്ടി ഉള്ളത്? അമൃത, ഇന്ന് ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി മാധ്യമങ്ങളോടാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കേരളം ബൂത്തിലേക്ക് പോകുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ എന്ന് പറയുന്നത് UDF-നായിരിക്കുമെന്നാണ് റസാഖ് പാലേരി പറയുന്നത്. അതിന് പ്രധാനമായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ 10 വർഷത്തെ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള LDF സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ സംഘപരിവാർ സംഘടനകൾക്ക് അവരുടെ എല്ലാ രാഷ്ട്രീയ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇടതുപക്ഷ സർക്കാർ ഒരുക്കി കൊടുത്തുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതിന് വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനകളെ പിന്തുണച്ചതായാലും തൃശൂർ പൂരത്തിലെ പൂരം കലക്കാൻ RSS നേതാക്കൾക്ക് ഇടപെടാനായാലും ADGP അജിത് കുമാറിന് RSS നേതാക്കളുമായി ചർച്ച നടത്താനായാലും അടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് ഇവർ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം രാഷ്ട്രീയ പിന്തുണകൾ അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവേശനം കേരളത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കങ്ങളെ തടയാൻ വേണ്ടിയാണ് ഇത്തരമൊരു നിലപാട് എന്നാണ് ഇതിലിപ്പോൾ ഈ റസാഖ് പാലേരി പറയുന്നത്. അതുകൂടാതെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള UDF-യുമായുള്ള ചർച്ചകളുടെയോ ഏതെങ്കിലും ഉപാധികളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമല്ലെന്നും കേരളത്തിലെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കൃത്യമായി ഈ സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയ പ്രവേശത്തെ തടയുക എന്ന ബോധത്തോടെയുള്ള നിലപാടാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് റസാഖ് പാലേരി പറയുന്നത്. പക്ഷേ ഇതുകൂടാതെ ഒരു വിചിത്രവാദം കൂടി റസാഖ് പാലേരി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനം ഈ ഭരണത്തിന് കീഴിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അവരെ നന്നാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നൊരു വിചിത്രവാദം കൂടി ഈ നിലപാടിന് പിന്നിൽ ഉയർത്തുന്നുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.